തിരക്കുണ്ടായിരുന്നു. എന്നാലും നല്ല ദർശനം കിട്ടി. കുറച്ചു നേരം ക്യൂ നിന്നിട്ടാലും നല്ലോണം തൊഴാൻ പറ്റി. എനിക്ക് ചുമയുള്ളത് കൊണ്ട് ഞാനും എൻ്റെ മോളും കൂടി ചേർന്നാണ് പാടിയത് ഇന്ന്. മധുര വേണുഗീതം, ഭഗവാന്റെ മധുര വേണുഗീതത്തിനെ കുറിച്ച് അഠാണ രാഗത്തിൽ പാട്ട് കഴിഞ്ഞു. ഇപ്പോൾ ദേ ഞങ്ങളിവിടെ അടുത്ത ദിവസം ഏകാദശിയാണ്. അതിനു വേണ്ടിയുള്ള വലിയ തിരക്കായിരിക്കും ഇവിടെ. അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. 11 മണിയായി. അകത്തിപ്പോഴും അഷ്ടമിയാണ്. അമ്പലത്തിനകത്ത് അതിൻ്റെതായ തിരക്കുകൾ, ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകാദശിക്ക് അഭൂതപൂർവമായ തിരക്കാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ സംഗീതോത്സവത്തിന് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് തീരുമ്പോൾ വെളുപ്പിന് നമുക്ക് നിർമ്മാല്യം തൊഴാനുള്ള സമയമാവും. അതുവരെ പാടിക്കൊണ്ടിരിക്കും. ഗുരുവായൂരിന് ഉറക്കമില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ്. ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ സംഗീതം ആസ്വദിച്ച് ഭഗവാനെ തൊഴാനായിട്ട്, നിർമ്മാല്യം തൊഴാനും ഒക്കെ ആയിട്ട് കാത്തിവിടെ ഇരിക്കുകയാണ്. 23-ാം തീയതി ഏകാദശിയാണ്. ഏകാദശി വ്രതം നോറ്റ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ ചാനലിൽ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്നും എല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കണ്ടുവാണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ ചെമ്പൈ സംഘോത്സവത്തിന് വന്ന് പാടി ഭഗവാനെ കണ്ട് തൊഴുതു. നല്ലതായിട്ട് തൊഴുതു. ഇന്നലെ അഷ്ടമിയായിരുന്നു. ഇന്ന് നവമിക്കും കയറി തൊഴുതു. രാവിലെ തന്നെ കയറി തൊഴുതു. ഭഗവാനെ കണ്ടു. ഇനിയിപ്പോൾ ഏകാദശിക്ക് വരണമെന്ന് വിചാരിക്കണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തൊഴാൻ പറ്റും എനിക്ക്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. Thank you.